ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ലക്ഷ്യം കാണുമെന്ന് അമേരിക്ക. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ മിസൈൽ ശേഖരത്തിന്റെ 1/3 തകർത്തെന്നും അമേരിക്കൻ ഇന്റലിജൻസ്. ചെങ്കടൽ വഴി ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ. സംഘർഷത്തിൽ നയതന്ത്ര പരിഹാരം കാണാൻ സാധ്യതകൾ തേടി റഷ്യ. UAE-യിലും ബഹ്റൈനിലും കുവൈത്തിലും സൌദിയിലും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, സൌദിയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നിവർ ചേരുകയാണ്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അല്പ മണിക്കൂറുകൾക്കുള്ളിൽ മയാമിയിലും ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, എന്തായാലും ഈ യുദ്ധം ഉടനെ അവസാനിക്കില്ല. ഇറാൻ ഒരു ഡീലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇറാന്റെ നിരവധി കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സൗദി അറേബ്യയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. സൗദി ഫോറത്തിന്റെ സമ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ എങ്ങോട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോക്ക്? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. മയാമിയിലാണ് ട്രംപിന്റെ ഈ പ്രസ്ഥാനം വന്നിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം വൻ വിജയമാണെന്നും അതുപോലെ ഈ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഗുണ്ട എന്ന ഇറാന്റെ പദവി അവസാനിച്ചെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഈ യോഗത്തിൽ ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞതോടെ ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള അബ്രഹാം ഉടമ്പടിയിൽ പങ്കുചേരാനുള്ള സമയമായെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ട്രംപിന്റെ ആദ്യത്തെ ടീമിലും ഇതിനുവേണ്ടി ട്രംപ് ഒരുപാട് ശ്രമിച്ചതാണ്. ഇത് കൂടാതെ കഴിഞ്ഞ 47 വർഷമായിട്ട് ഈ മേഖലയെ വിറപ്പിച്ചിരുന്ന ഇറാന്റെ ആണവ ബ്ലാക്ക് മെയിലിംഗ് അതുപോലെ ഭീകരതയും ഒക്കെ അവസാനിപ്പിച്ചതായും ട്രംപ് പറഞ്ഞു. ഇത് കൂടാതെ 3500ഓളം ലക്ഷ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനുള്ള സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ സൗദിയിലെ ബിസിനസ്സുകാരുടെ ഒരു സംഘം മയാമിയിൽ നടത്തിയ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിലാണ് ട്രംപിന്റെ ഈ പ്രസംഗം വന്നത്. അതുമാത്രമല്ല, ഇവര് സൗദിയിലേക്കുള്ള നിക്ഷേപത്തിന് വേണ്ടിയുള്ള സംഘടിപ്പിച്ച ഒരു സമ്മിറ്റായിരുന്നു. സൗദി അറേബ്യയ്ക്കും ഇസ്രയേലിനും നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചതിലൂടെ പശ്ചിമേഷ്യയെ മൊത്തത്തിൽ രക്ഷിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലെടുക്ക് തുറന്നു നൽകണമെന്ന് ഇറാനോട് വീണ്ടും ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, ഈ പ്രസംഗത്തിനിടയിൽ ഒരു തമാശ രൂപേണ അദ്ദേഹം ഈ ജലപാതയെ ട്രംപ് കടലെടുക്ക് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അത് ഒരു നാക്കുപിഴയല്ല, താൻ ബോധപൂർവം പറഞ്ഞതാണെന്നും ട്രംപ് പറയുകയുണ്ടായി. അതേസമയം ഈ മണിക്കൂർ വരുന്ന പ്രധാന വാർത്ത USS ജോർജ് H.W. ബുഷ് എന്ന US നാവികസേനയുടെ നിമിറ്റ്സ് ക്ലാസിൽപ്പെട്ട വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇത് മാർച്ച് ആദ്യ വാരം ഈ കപ്പലിന്റെ സൈനിക പരിശീലനം പൂർത്തിയാക്കിയതായിട്ട് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കപ്പൽ കൂടി എത്തുന്നതോടുകൂടി, അതായത് ഈ കപ്പലിൽ ഏതാണ്ട് 90 വിമാനങ്ങളും 5500 ക്രൂ മെമ്പേഴ്സും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ CIA കൈമാറിയതായിട്ടുള്ള ഇത് റോയിട്ടേഴ്സ് ആണ് അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഈ 1/3 മിസൈൽ ശേഖരം തകർക്കുവാൻ സാധിച്ചതായിട്ടാണ് റിപ്പോർട്ട്. മറ്റൊരു 1/3 ഒരുപക്ഷെ തകരുകയോ അല്ലെങ്കിൽ ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് അവർ കരുതുന്നത്. അതേസമയം ഡ്രോണിന്റെ ശേഷിയും 1/3 നശിപ്പിച്ചതായിട്ട് ഇന്റലിജൻസ് പറയുന്നുണ്ട്. പക്ഷേ ഇറാന്റെ പക്കൽ വലിയ തോതിൽ ആയുധ ശേഖരം ഉണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിപ്പിച്ചാലും ഒരുപക്ഷെ ഈ മിസൈലുകൾ ഇറാൻ വീണ്ടെടുത്തേക്കുമെന്നാണ് ഈ CIA നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഈ ഫ്രാൻസിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ മാർക്കോ റൂബിയോ പറഞ്ഞത് യുദ്ധം മാസങ്ങൾ നീണ്ടു നിൽക്കില്ല, ആഴ്ചകൾക്കുള്ളിൽ, അതായത് ഒരുപക്ഷെ 2 മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന് ആണ് മാർക്കോ റൂബിയോ പറയുന്നത്. അതുമാത്രമല്ല, ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഉണ്ടാകില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് US കരസേനയെ, ഗ്രൗണ്ട് ട്രൂപ്സ് അത് അവര് രംഗത്തിറങ്ങേണ്ടി വരില്ലെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഏർപ്പെടുത്തിയ ഈ കപ്പൽ നികുതി നിയമവിരുദ്ധമാണ്. അതിനെതിരെ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്നും പറഞ്ഞു. അതേസമയം അമേരിക്കയ്ക്ക് ഹോർമൂസ് കടലെടുക്ക് എന്നൊക്കെ വിളിക്കുമ്പോഴും ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അവർ അവിടെ നികുതി ഏർപ്പെടുത്താനുള്ള നിയമപരമായ അല്ലെങ്കിൽ നിയമം പാസ്സാക്കുന്നതിലേക്ക് അവർ പോകുന്നു. മിസൈൽ കപ്പാസിറ്റി ഇതിനോടകം പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് ട്രംപ് തന്നെ പല ആവർത്തി പറഞ്ഞാണ്. നെതന്യാഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ അയവില്ലാതെ ഇസ്രായേലിലേക്കും ഈ പറയുന്ന അമേരിക്കൻ ബേസുകളിലേക്കും ഇറാന്റെ മിസൈലുകൾ പോകുന്നുണ്ട്. ട്രംപ് തന്നെ പറയുന്ന ഇറാൻ ഈസ് ഡെഡ് എന്ന വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ഇനിയും എത്രയോ ലക്ഷങ്ങൾ ബാക്കിയാണെന്ന് പറയുകയാണ്. അപ്പം ഒരു പിടിയൊന്നിനും ഇല്ല എന്നതല്ലേ സത്യത്തിൽ യാഥാർത്ഥ്യം? മധു, ഹാഷ്മി, ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഈ ഗതാഗതം
പരിമിതപ്പെടുത്തുകയോ അതിൽ നിയന്ത്രണം കൊണ്ടുവരികയോ ചെയ്തപ്പോഴ് മറ്റു മാർഗങ്ങൾ അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് തുറന്നു കിട്ടുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ചെങ്കടൽ വഴിയുള്ള ഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂതികളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അതുകൊണ്ട് ഇത് ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കാം. ഹൂതികൾ വളരെ ശക്തമായിട്ട് നീങ്ങുകയാണെങ്കിൽ, ഇറാനെതിരെ സൈനിക നീക്കങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈനിക ഇടപെടൽ നടത്തുമെന്നാണ് ഹൂതി വിമതർ പറയുന്നത്. ചെങ്കടൽ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടിക്കും. അത് മാത്രമല്ല, ചെങ്കടലിൽ നിന്നുകൊണ്ട് ഈ ഒരു സൈനിക നീക്കം ഇറാനെതിരെ നടത്തുവാൻ പാടില്ലെന്നും പറയുന്നു. ഒരുപക്ഷെ ഈ പുതിയൊരു വിമാനവാഹിനി കപ്പലും കൂടെ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹാഷ്മി കൃഷ്ണ. ഓക്കെ, എന്തായാലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും ആക്രമണമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ബുഷഹർ ആണവ നിലയത്തിന് പുറമെ യുറേനിയം സംസ്കരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. കൊണ്ടാബ് ഹെവി വാട്ടർ പ്ലാന്റും അർദക്കാൻ യുറേനിയം സംസ്കരണ പ്ലാന്റും ആക്രമിക്കപ്പെട്ടു.